ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബീഫ് കറി എന്ന് പറയാം, റോസ്റ്റ് എന്നും പറയാം. അപ്പോൾ അത് നമ്മളിഷ്ടമാണ്, ബീഫ് കറി ആക്കണോ റോസ്റ്റ് ആക്കണോ എന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുക, കുറച്ചല്ല കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അത്രയും ടേസ്റ്റ് കൂടും. പിന്നെ ഇടയ്ക്ക് ചുവന്നുള്ളിയാണ്, ചുവന്നുള്ളി തൊലി കളഞ്ഞിട്ട് അരിഞ്ഞിട്ടൊന്നുമില്ല, ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. തൊലി കളയൊന്നും വേണ്ട, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഒരു 20ഓളം ചുവന്നുള്ളി ഉണ്ടാവും, ഓവറായിട്ട് കൂടിയത് മതിരിപ്പ് വരും. നമുക്ക് ഇത് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ബീഫ് റെസിപ്പിയുടെ കഥ പറയാം. ഇത് എറണാകുളത്തെ ഹോട്ടലിലെ ബീഫ് റെസിപ്പിയാണ്. ഇത് കഴിക്കാനായിട്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ ആ ഹോട്ടലിൽ. പക്ഷേ നമ്മളിത് ഉണ്ടാക്കി പിറ്റേ ദിവസം ആകുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നതാണ് പറയുന്നത്. നല്ല തിരക്കാണ് ഈ ബീഫ് റെസിപ്പിക്ക് മാത്രം തന്നെ. അപ്പോൾ അത്രയും ടേസ്റ്റാണെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര വൈറലായത് ഇപ്പോൾ ഈ റെസിപ്പി. ഇനി നമുക്ക് അതിന് ശേഷം, അപ്പോൾ അതാണ് അതിൻ്റെ സ്റ്റോറി. ഇനി അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് സ്റ്റാർട്ടിങ്ങിൽ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ, ഉള്ളി ഇട്ടതിന് ശേഷം ഇട്ടാലും കുഴപ്പമില്ല. നമ്മൾ സവാളൊക്കെ ഇടുമ്പോൾ ഉപ്പിട്ട് കൊടുക്കില്ല പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇത് വാടി കുഴയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും ചെറിയ പീസ് 2-3 വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തത്. അത് നിർബന്ധമില്ല, അത് ഞാൻ എൻ്റെ ഒരു ഇതിനിട്ട് കൊടുത്താണ്. നമുക്കൊരു ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി ഇഞ്ചിയും വെളുത്തുള്ളി നമുക്കൊരു സമാധാനമൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവരുടെ റെസിപ്പിയിൽ ഈ ഇഞ്ചി വെളുത്തുള്ളി ഇല്ല, ാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂണോളം ഉണക്കമുളകിൻ്റെ പൊടിയാണ്, അതായത് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുത്തത്. അതിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എപ്പോഴും ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് വേണ്ട ഉണക്കമുളകൊക്കെ ഇട്ട് കൊടുക്കാൻ. അത് കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിക്കിട്ടും. നമ്മൾ കറിക്കൊക്കെ തൂമിക്കില്ല, ആ ഒരു പരുവത്തിലാണ് നമുക്ക് ആക്കിയെടുക്കുന്നത്. ഓവറായിട്ട് കരിഞ്ഞു പോകണ്ട. അതിന് ശേഷം ഞാൻ ഒരു വേപ്പിൻ്റെ തണ്ട് ഫ്രഷ് ആയിട്ട് ഇലയാണ്, അത് അങ്ങനെ തണ്ട് കൊടുക്കാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിച്ചിടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തലക്ക് ഇറങ്ങും. ഞാനത് തണ്ടും പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. വല്ലാതെ അവിടെ മൂത്തതാവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കരിഞ്ഞു പോരുതേ. കരിഞ്ഞാൽ അതിൻ്റെ കറിയുടെ ടേസ്റ്റ് മൊത്തം അവിടെ മാറും. ഇതേപോലെ വാടി കിട്ടിയാൽ മതി, അല്ലാതെ വാടി ഇങ്ങനെ കുഴയൊന്നും വേണ്ട കേട്ടോ. ഉള്ളി ഇത് അത്രയും വാടി കിട്ടിയാൽ മതി. നമ്മൾ ബീഫ് എത്രയും വിസിലാക്കണമെന്നില്ല, അപ്പം തന്നെ അതൊന്ന് സെറ്റായി കിട്ടും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി എന്താ മേടിച്ചാൽ നമുക്കിതിലേക്ക് നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ച് അടിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് 1/2 കിലോന് മീതെ ഉണ്ടാവും കേട്ടോ ബീഫ്. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് ഓൾറെഡി ഞാൻ ഉള്ളിയിൽ ഇട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഈ കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ കറക്റ്റാണ്, അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നന്നായിട്ട് തന്നെ ആ മസാല ഒന്ന് പിടിക്കുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം വെള്ളം ഇല്ലാതെയാണ് ഞാൻ വിസിലാക്കുന്നത്. തുള്ളി വെള്ളം പോലെ ഞാൻ ഒഴിക്കുന്നില്ല. ഫ്ലെയിം കൂട്ടി വെക്കരുത്, ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി. പിന്നെ ഞങ്ങൾ ഓരോരുത്തർ എടുക്കുന്ന ബീഫിൻ്റെ വിസിലനുസരിച്ചിട്ട് നിങ്ങൾക്ക് വിസിലാക്കാം കേട്ടോ. എൻ്റെ ഇപ്പോൾ ഈ ബീഫ് ഞാൻ ഒരു 5 വിസിലോളം ആക്കിയിട്ടുണ്ടാവും. ചില ബീഫ് ഞാൻ മേടിക്കുമ്പോൾ എനിക്ക് ഒരു 3 വിസിലെങ്കിലും ആവലുണ്ട്, ചിലത് ഇപ്പോൾ അത് മാറ്റമുണ്ട്. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വേണം വിസിലാക്കാൻ. ഒഴിക്കാതെ അടച്ചു വെച്ചു, വിസിലായി. അതിന് ശേഷം അത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ തുറന്നതിന് ശേഷം അങ്ങനെയാണ് നമുക്ക് ബീഫ് കിട്ടിയിരിക്കുന്നത്. വെള്ളം ഒഴിക്കാതെ തന്നെ ആ ബീഫിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിക്കാതെ വെക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്നും കൂട്ടി വെക്കരുത് കേട്ടോ. മീഡിയത്തിലോ ഒന്ന് ലോയിലൊക്കെ ആക്കിയിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. വെള്ളം ഒഴിക്കാതെ വെക്കുന്നതല്ലേ, ഓരോരുത്തർ കുക്കർ മാറ്റങ്ങളുണ്ടാവും, അടി പിടിക്കരുത്. അതിന് ശേഷം ഒരു പാൻ ചൂടായതിനു ശേഷം ഞാൻ ഈ ബീഫിൻ്റെ ബീഫ് ഇതൊക്കെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് വേണ്ടി ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഗ്രേവി ഒരു കറി ടൈപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ഉപ്പൊക്കെ നോക്കി സെറ്റായതിന് ശേഷം ഇങ്ങനെ ആക്കിയെടുക്കുക. എല്ലാം നിങ്ങൾക്ക് റോസ്റ്റ് വരട്ടി പോലെ കറിക്കൊന്ന് വെറ്റി ഒന്ന് റോസ്റ്റ് പോലെ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. ഒന്ന് കറി വേണ്ടവർക്ക് ഇതൊന്ന് തിളച്ചതിന് ശേഷം ഒന്നുകൂടി സെറ്റായതിനു ശേഷം നമുക്ക് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല വെറ്റിച്ചെടുക്കുക കേട്ടോ. അത് നമ്മളിഷ്ടമാണ്. അത് ഞാൻ പറഞ്ഞത് കറിയോ അല്ലെങ്കിൽ റോസ്റ്റോ പറയാമെന്ന്. അത് നമ്മളിഷ്ടമാണ്. കറി വേണ്ടവർക്ക് ഇങ്ങനെ ആക്കാം, റോസ്റ്റ് പോലെ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കുക. അത് ചോറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടി കഴിക്കാൻ പറ്റിയ റെസിപ്പി അല്ലേ. അപ്പോൾ അത് നമ്മൾ ഇഷ്ടം പോലെ എങ്ങനെ ചെയ്യാം. ഞാൻ കുറച്ച് കറിവേപ്പിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ കുറച്ച് ഇവിടെയൊക്കെ നല്ല കറി വേണ്ടവരെല്ലാവരും. ഞാൻ ഓവറായിട്ട് ഇപ്പോൾ കറിയൊന്നും ഇതിലില്ലല്ലോ, ഇതൊന്ന് കുറുകിയ ടൈപ്പ് തന്നെ അല്ലേ. ഓവറായിട്ട് വെള്ളം പോലെ ഒന്നും ആക്കരുത്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ഒരു കുറുകിയ ടൈപ്പുള്ളത്. ഇനിയും വെറ്റിക്കണമെങ്കിൽ ഇനിയും വെറ്റിക്കുക, അത് നമ്മളുടെ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ഒരു തിക്ക് ഗ്രേവി പോലെ ആക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഓഫ് ആക്കണത്. അല്ലാതെ അങ്ങോട്ട് വെറ്റിച്ചെടുക്കുന്നില്ല. അങ്ങനെ ആക്കണമെങ്കിൽ ആക്കുക, കുഴപ്പമൊന്നുമില്ല, ഓരോരുത്തരുടെ ഇഷ്ടം. ഇപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അതായത് ഒരു റോസ്റ്റും തിക്ക് ഗ്രേവി പോലെ പറഞ്ഞൊരു ടൈപ്പാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്.
കണ്ണ് തിക്കായിട്ടുണ്ട്, കുറച്ച് ഗ്രേവി ഉണ്ട്, ആ ഒരു ടൈപ്പാട്ടാ. അങ്ങനെയാകുമ്പോൾ ഗ്രേവിയും കിട്ടും, നല്ല തിക്കായിട്ടിരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. ഇപ്പോൾ ഈ ആകെ 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാൽ മതി, അത് നമ്മളിഷ്ടമാണ്. ഈ റെസിപ്പിയിൽ അവരുടെ റെസിപ്പിയിൽ ഇഞ്ചി വെളുത്തില്ല, പക്ഷെ ഞാൻ ഇട്ടൊന്ന് മാത്രം, ചെറിയ പീസ്, ഓവറായിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ, നല്ല സ്പൈസി. പിന്നെ മുളകിൻ്റെ കാര്യമാണെങ്കിൽ മുളക് ഓരോരുത്തർ എരിവ് അനുസരിച്ചിട്ട് കൊടുക്കുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നോക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടതൊക്കെ കറക്റ്റ് തന്നെയാണ്, എരിവ് കൂടിയിട്ടില്ല, ഒന്നുമില്ല, കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. ആകെ 3 ഇൻഗ്രീഡിയൻസ് മതി. ഇഞ്ചി വെളുത്തുള്ളി ഓപ്ഷനിലാണ്, നിങ്ങളിഷ്ടം പോലെ. ബാക്കി 3 ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കറിവേപ്പില, അതുപോലെ തന്നെ ഉള്ളി, ചുവന്നുള്ളി, പിന്നെ നമ്മളെന്തായിട്ട് ഉണക്കമുളകിൻ്റെ പൊടി, ഇത് 3 ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ബീഫിൻ്റെ ഈ റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കിടിലൻ റെസിപ്പിയാണ്. അപ്പോൾ ഇത്ര നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.